ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനുഷ്യൻ്റെ സൃഷ്ടി ദൈവത്തിന് എന്നും അതൊരു ദുഃഖ കാരണമാണ്. അതിൻ്റെ കാരണം എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും ഒക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 1:26 വായിച്ചേ. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇടയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അനന്തരം ദൈവം നമുക്ക് നമ്മുടെ രൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കാം. അവൻ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പക്ഷികളുടെ മേലും കന്നുകാലികളുടെ മേലും ഭൂമിയുടെ മേലും ഭൂമിയിൽ ഇഴയുന്ന സകല ഇഴജന്തുക്കളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കുമ്പോൾ ആദ്യത്തെ 6 ദിവസവും എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ആദ്യത്തെ സൃഷ്ടികളെല്ലാം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചാണ് ഉണ്ടാക്കിയത്. എന്നാൽ മനുഷ്യനെ ദൈവം ഇങ്ങനെ കൽപ്പിച്ചങ്ങ് ഉണ്ടാക്കുകയല്ല ചെയ്തത്. മനുഷ്യനെ ദൈവം ഉണ്ടാക്കാൻ നിലത്തുനിന്ന് മണ്ണെടുത്തു എന്ന് പറഞ്ഞാൽ ദൈവം ആദ്യമായി ഒന്ന് കുനിയേണ്ടി വന്നു. നിലത്തുനിന്ന് മണ്ണ് എങ്ങനെയെങ്കിലും സൈഡിലോട്ടോ വശത്തോട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ചെരിഞ്ഞിട്ടായിരിക്കുമല്ലോ എടുത്തത്. അത് നമ്മൾ പിന്നീട് മുന്നോട്ട് നോക്കിയാൽ പല സ്ഥലത്തും ദൈവം കുനിയേണ്ട അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഈ ദൈവത്തിന് മനുഷ്യൻ്റെ പുറകെ ഇങ്ങനെ നടക്കാനുള്ള ഏറ്റവും വലിയ ഒരു സാഹചര്യം. അപ്പോൾ എല്ലാ സൃഷ്ടികളെയും കൽപ്പിച്ചു, ഉണ്ടാകട്ടെ 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 ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിച്ചാൽ നമുക്കിത് മനസ്സിലാവും. പക്ഷേ മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം കുനിഞ്ഞു, മണ്ണെടുത്തു. മറ്റെല്ലാ സൃഷ്ടിയും വാക്കാൽ സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യനെ കൈകൾ കൊണ്ട് മെടഞ്ഞു, സൃഷ്ടിച്ചു, രൂപം കൊടുത്തു എന്നൊക്കെ പല ബൈബിളും എഴുതിയേക്കുന്നത്. ലോർഡ് ഗോഡ് ഫോംഡ് മാൻ, മണ്ണെടുക്കാൻ കുനിഞ്ഞിട്ടുണ്ടാവാം. യോഹന്നാൻ 19:30 വായിച്ചേ. കാൽവരി കുരിശിൽ വെച്ച് യേശുക്രിസ്തു പറയുന്നൊരു വാക്കാണ്. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യോഹന്നാൻ 19:30 വാക്യം അത് തന്നെയാണ്. ഞാൻ എൻ്റെ ബൈബിളിലൊന്ന് എടുത്തോട്ടെ. 19:30 അത് കുടിച്ച ശേഷം യേശു എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. തല ചായ്ച്ചു എന്നെഴുതുമ്പം അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഒറിജിനൽ തർജ്ജിമ തല കുമ്പിട്ട് കുരിശ കിടക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ കുരിശയിലെ മരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കാലുകൾ കുരിശയിൽ ഇങ്ങനെ അടിച്ചു നിർത്തിയിരിക്കുന്നു, കൈകൾ രണ്ടും അടിച്ചു നിർത്തിയിരിക്കുന്നു, ശരീരം മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി നിന്നില്ല, ശ്വാസം കിട്ടാത്തൊരു പ്രശ്നം വരും. കൈ താന്നു പോകുമ്പോൾ, ക്ഷീണം കൊണ്ട് തളർച്ച കൊണ്ട് താന്നു പോകുമ്പോൾ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ട് പൊങ്ങി എഴുന്നേറ്റ് വരും. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന അവസാന സമയത്ത് എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞ ശേഷം യേശു തല മുമ്പോട്ട് കുമ്പിട്ട് മണ്ണിലേക്ക് കുനിഞ്ഞ് തൻ്റെ ജീവനെ അർപ്പിച്ചു. ആദ്യം മനുഷ്യനെ എടുക്കാൻ കുനിഞ്ഞു, കാൽവരി കുരിശിലെല്ലാം പൂർത്തിയായപ്പോഴും കുനിഞ്ഞു, ഏൽപ്പിച്ചു കൊടുത്തു. ആംപ്ലിഫൈഡ് വേർഷൻ എഴുതിക്കുന്നത് ആൻഡ് ഹി ബൗഡ് ഹിസ് ഹെഡ് എന്ന് എഴുതിയേക്കുന്നത്. ബൗഡ് ഹിസ് ഹെഡ്, കുനിഞ്ഞു. തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കാൻ മണ്ണെടുക്കാൻ കുനിഞ്ഞു. യേശു ക്രൂശിലും കുനിഞ്ഞു, തല കുനിഞ്ഞു. മറ്റൊരു സൃഷ്ടിക്ക് വേണ്ടിയും തല കുനിക്കേണ്ടി വന്നിട്ടില്ല ദൈവത്തിന്. ഈ ഒരു സൃഷ്ടി മാത്രം ദൈവത്തിന് എന്നും ദുഃഖം ഉണ്ടാക്കി. ഉൽപ്പത്തി പുസ്തകം 6:6 ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 6:6. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് യഹോവ ദുഃഖിച്ചു, അവിടുത്തെ ഹൃദയം അത്യന്തം വേദനിച്ചു എന്നാണ് ആ വാക്യം എഴുതിയേക്കുന്നത്. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ യഹോവ ദുഃഖിച്ചു. ഇനി മത്തായി സുവിശേഷം 26:38 വന്നേ. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. 26:38 പറയുന്നു, എൻ്റെ ഉള്ളം അതിവേദനയിലായിരിക്കുന്നു. ഇതും മനുഷ്യനെ കുറിച്ചുള്ള ദുഃഖമാണ്. ഇനി മർക്കോസിൻ്റെ 14:34 ഈ വാക്യം സെയിമാ. എന്നാൽ ലൂക്ക 22:44 ഒരു സ്വല്പം വ്യത്യാസമുണ്ട്. അതൊന്ന് വായിക്കാം. പിന്നെ അവൻ
പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. കണ്ടോ, ഈ വേദനയും ഇതെല്ലാം മനുഷ്യനെ പ്രതിയുള്ളതാണ്. ദൈവത്തിന് അന്നത്തെ ദുഃഖം ഇന്നും ഉണ്ട്. സത്യത്തിൽ കയ്യിലിരിപ്പനുസരിച്ച് എന്നെ കൊല്ലേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലേണ്ടതാണ്, നമ്മളെ കൊല്ലേണ്ടതാണ്. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം, അദമ്യമായ സ്നേഹം മൂലം ദൈവം നമ്മളെ കൊല്ലാതെ ദൈവം തന്നെ കൊന്നു. അങ്ങനെ താൻ തന്നെ മരിച്ചിട്ട് അവൻ സ്നേഹം വെളിപ്പെടുത്തി. ദൈവത്തിനെന്നും ദുഃഖമാണെങ്കിലും, കാരണം സൃഷ്ടികളെക്കാളും, സർവ്വ സൃഷ്ടികളെക്കാളും അധികമായി ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. ഒരു മാറ്റവുമില്ല. എന്തുകൊണ്ട്? തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതുകൊണ്ട്. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം എന്നെ അധികമായി സ്നേഹിക്കുന്നു. ഇപ്പോൾ എനിക്ക് നല്ല മര്യാദക്കാരനായ ഒരു മകനുണ്ട് എങ്കിൽ, എൻ്റെ ഹൃദയത്തിനൊത്തവൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ അവനെ എന്നും സ്നേഹിക്കും. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം മനുഷ്യനെ അധികമായി സ്നേഹിക്കുന്നു. ഈ മനുഷ്യൻ്റെ കയ്യിലിരിപ്പിന് മനുഷ്യനെ കൊല്ലേണ്ടതാണ്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മൂലം ദൈവം അവനെ കൊല്ലാതെ ദൈവം തന്നെ അങ്ങ് മരിച്ചു. എങ്കിലും ഇന്നും ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദുഃഖിക്കേണ്ട അവസ്ഥ. കൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ടുയർത്ത് സ്വർഗാരോഹണം ചെയ്ത് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവസഭ ഉണ്ടാക്കിയിട്ട് ഈ അവസാന കാലഘട്ടത്തിലും ഇന്നും ദൈവം ദുഃഖിക്കുക. പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. 5 തരം ഓഫീസുകൾ, ഒറിജിനലായിട്ട് ശുശ്രൂഷകൾ അപൂർവമായിട്ടെങ്കിലും ഉണ്ട്. എങ്കിലും കള്ളപ്രവാചകന്മാരും കള്ള ശുശ്രൂഷകരും വ്യാജോപദേഷ്ടാക്കന്മാരും എല്ലാം കൂടി ആകുമ്പോൾ ദൈവം ഇന്നും ദുഃഖിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹം, അതിൻ്റെ നീളം, വീതി, ആഴം, ഉയരം ഒന്നും ഞങ്ങൾക്ക് വർണ്ണിക്കാൻ അറിയില്ല. ഞങ്ങളെ കൊല്ലേണ്ടതായിരുന്നു, എന്നാൽ ഞങ്ങളെ കൊല്ലാതെ അങ്ങ് തന്നെ അവിടെയും മരിച്ചു. മനുഷ്യനായ അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ മകനെ എനിക്ക് നീ തരണം. പക്ഷേ കൊണ്ടുവന്നു എന്നല്ലാതെ അവനെ ബലി കഴിക്കാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ കാൽവരിയിൽ യാഗമായി ബലി കഴിച്ചു. ഈ ദൈവസ്നേഹം ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളങ്ങളിലേക്ക് പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവേ, അവരേത് സ്ക്രീനിൽ ഇത് കാണുന്നുവോ അവരുടെ ഉള്ളത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങിച്ചെല്ലട്ടെ. മനുഷ്യ, താങ്കളെ താങ്കളുടെ പ്രവൃത്തി അനുസരിച്ച് കൊല്ലേണ്ടതായിരുന്നു. എന്നാൽ ദൈവം താങ്കൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചിരിക്കിയാൽ ആ രക്ഷയെ ഓർത്ത് മാനസാന്തരപ്പെട്ട് ഇന്ന് പൊക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് യോഗ്യമായി ദൈവസന്നിധിയിലായിക്കൊള്ളുക. ദൈവം തങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സകല പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, ഹൃദയവേദനയോടെ ഇരിക്കുന്ന പ്രിയ സഹോദരനെ, സഹോദരിയെ ദൈവത്തിൻ്റെ ആത്മാവിപ്പോൾ തൊടണമേ, ശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. മാനസാന്തരപ്പെട്ട് ദൈവസഭയിലാകുവാൻ ദൈവം സഹായിക്കണമേ, കൃപയാൽ നടത്തണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.